ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ തോറ്റതിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പോര്. DCC ഓഫീസ് മതിലിൽ പോസ്റ്റർ. തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. കെ മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂർ. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ കയ്പമംഗലം കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലങ്ങളിൽ മേൽക്കൈ LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥന്. കൊടുങ്ങല്ലൂർ നഗരസഭ, വെള്ളാങ്കൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ലീഡ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ തോറ്റതിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പോര്. DCC ഓഫീസ് മതിലിൽ പോസ്റ്റർ പതിച്ചു. ജോസ് വള്ളൂർ രാജിവെക്കുക, പ്രതാപനിന് വാർഡിൽ പോലും സീറ്റില്ല എന്നിങ്ങനെ എഴുതിയ പോസ്റ്ററുകളാണ് മതിലിൽ പതിച്ചത്. മുരളീധരന്റെ തോൽവിയുടെ തൃശൂർ കോൺഗ്രസിലുണ്ടായ ഭിന്നതയും തർക്കവുമാണ് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. പോസ്റ്റർ നീക്കം ചെയ്തെങ്കിലും മുരളീധരന്റെ തോൽവിയിൽ തൃശൂർ കോൺഗ്രസിൽ പോര് ഇനിയും രൂക്ഷമായേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. തോൽവിയിൽ കെ മുരളീധരൻ നേതൃത്വത്തിനെതിരെ നേരത്തെ രംഗത്തെത്തിയിരുന്നു. തനിക്ക് വേണ്ടി പ്രചാരണത്തിന് നേതാക്കൾ ആരുമെത്തിയില്ലെന്നും സംഘടനാ തലത്തിൽ കാര്യമായ പ്രവർത്തനം നടന്നില്ലെന്നുമായിരുന്നു മുരളീധരന്റെ ആരോപണം. കേന്ദ്രവിരുദ്ധ മനോഭാവം 18 നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായിട്ട് പ്രകടിപ്പിക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പതിവില്ലാത്ത രീതിയിൽ രണ്ട് മുന്നണികളോടൊപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വിജിലൻ്റായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇലക്ഷനിൽ എനിക്ക് ആ ഒരു പ്രയാസമുണ്ടായ ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ പ്രധാനമന്ത്രി വന്നു. സുനിൽകുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു. എനിക്ക് ആ ഒരു DK ശിവകുമാർ കാലത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല. കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയുള്ള കാര്യമില്ല. തൽക്കാലം പൊതുരംഗത്തേക്കില്ല. ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കും ഇല്ല. കാരണം സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും. ഇനി ചെറുപ്പക്കാർ വരുമ്പോൾ ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്ത തവണ തൃശ്ശൂര് ചെറുപ്പക്കാർ വരട്ടെ. തൃശൂരിൽ തന്നെ കുരുതി കൊടുക്കുകയായിരുന്നുവെന്നും വടകരയിൽ തന്നെ മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നുവെന്നും മുരളീധരൻ ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മുരളീധരന്റെ തോൽവിയിൽ പ്രതിഷേധിച്ച പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയത്. സംഭവത്തിൽ TN പ്രതാപനും ജോസ് വള്ളൂരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിനിടെ സംഘപരിവാറിന് തൃശൂരിൽ നട തുറന്നുകൊടുത്തത് DCC അധ്യക്ഷൻ ജോസ് വള്ളൂരും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായ TN പ്രതാപനുമാണെന്ന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി AA മുഹമ്മദ് ഹാഷിം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ എബിമോൻ തോമസ്, കാവ്യ രഞ്ജിത്ത്, മുഹമ്മദ് സരൂഖ് എന്നിവരും DCC ഓഫീസിന് മുന്നിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ എത്തിയിരുന്നു. മുരളീധരന്റെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത DCC അധ്യക്ഷൻ രാജിവെക്കണം. ജില്ലാ നേതൃത്വത്തിനെതിരെ ദീപാദാസ് മുൻഷിക്ക് പരാതി നൽകും. ACC നേതൃത്വത്തിലും പരാതി നൽകും. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ TN പ്രതാപനാണ്. ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് കാണുന്നവരല്ലല്ലോ ജില്ലയിലെ നേതൃത്വം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി യുവജന പ്രസ്ഥാനങ്ങളുടെ യോഗം കൂടുകയോ ഏകോപനം നടത്തുകയോ ചെയ്തിട്ടില്ല. തളിക്കുളം നാട്ടിലൊന്നും സ്ഥാനാർത്ഥി പര്യടനത്തിന് MP TN പ്രതാപനെ കണ്ടിട്ടില്ല. തൃശൂർ ജില്ലയിലെ ഒരു മണ്ഡലം CPMന് കൊടുത്തപ്പോൾ ഒരു മണ്ഡലം BJPക്ക് കൊടുക്കാനുള്ള മാന്യത കോൺഗ്രസ് നേതൃത്വം കാണിച്ചു എന്നും നേതാക്കൾ പരിഹസിച്ചു. മീഡിയ ടൈം, തൃശൂർ. തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റി. തൃശൂരിലെ BJPയുടെ ജയം CPIM BJP ഡീലിന്റെ ഭാഗമാണ്. കെ മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വലിയ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കുകയാണ്. ഇങ്ങനൊരു പരാജയം സംഭവിക്കാൻ പാടില്ലാത്ത വിധം പഴുതുകൾ അടച്ച് ശ്രീ കെ മുരളീധരൻ്റെ വലിയ വിജയം നേടാനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇത്രയും വലിയ വോട്ടിന് അദ്ദേഹം ജയിക്കാനിടയായത്, ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചത് CPMുമായിട്ടുള്ള ഒത്തുകളിയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ BJPയിൽ ചേരുമെന്ന് പത്മജ വേണുഗോപാൽ. BJPയെക്കുറിച്ച് തെറ്റിദ്ധാരണയുള്ളവരാണ് കോൺഗ്രസിലുള്ളതെന്നും കോൺഗ്രസിൽ നിന്നും ആര് വന്നാലും അവർക്കൊപ്പം പ്രവർത്തിക്കുന്നതിൽ സന്തോഷമെന്നും പത്മജ പറഞ്ഞു.
കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ പേര് പറയാൻ പോലും എനിക്കിഷ്ടമല്ല. അത്രമാത്രം വേദനിപ്പിച്ച് കണ്ണീരോടുകൂടി എന്നെ ഈ പാർട്ടി നിറച്ചു വിട്ടത് വെള്ളം കൂടി. എൻ്റെ ചേട്ടനോട് ഇപ്പോഴും സ്നേഹവും ബഹുമാനമുള്ള ഒരു അനിയത്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ചേട്ടനല്ല, ആരിങ്ങോട്ട് വന്നാലും സന്തോഷമുള്ളൂ. കാരണം തെറ്റിദ്ധരിച്ച കുറേ ആളുകൾ അപ്പുറത്തുണ്ട്. അവരെല്ലാം ഇവിടെ വന്ന് ഈ പാർട്ടിയുടെ ഉള്ളിലത്തെ സ്നേഹവും അച്ചടക്കം, സ്ത്രീകളോടുള്ള ബഹുമാനം, അത് ഞാൻ എന്നെടുത്ത് പറയും. അത് കണ്ട് പഠിച്ചാൽ എല്ലാവരും വരണം എന്നല്ല, വരും. അതിൽ ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. ഇനിയും ഇഷ്ടംമാതിരി നേതാക്കൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൃശൂരിലെ തോൽവിയിൽ കോൺഗ്രസിൽ കലാപം ഉടലെടുത്തപ്പോഴും ജില്ലയിലെ 2 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും മുന്നിലെത്തിയത് സുരേഷ് ഗോപിയാണ്. റവന്യൂ മന്ത്രിയുടെ ഒല്ലൂരിൽ 10,000-ഓളം വോട്ടുകൾക്ക് പിന്നിലായി. മന്ത്രി ആർ ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുടയിൽ ഇടത് സ്ഥാനാർത്ഥിയെ 3-ാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി തള്ളിവിട്ടു. സുരേഷ് ഗോപിക്ക് അടിത്തറയേകിയത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങളായ നാട്ടികയും മണലൂരും തൃശൂരും. എന്നാൽ മുസ്ലിം സ്വാധീനമുള്ള ഗുരുവായൂരിൽ 12,000-ൽ ഏറെ വോട്ടുകൾക്ക് സുരേഷ് ഗോപിയെ 3-ാമതാക്കി മുരളീധരൻ 1-ാമതെത്തി. ബാക്കി 6 മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിയാണ് മുന്നിലെത്തിയത്. ഇതിൽ സുരേഷ് ഗോപി നാട്ടികയിൽ 13,945-ഉം തൃശൂരിൽ 14,567 വോട്ട് ഭൂരിപക്ഷം നേടി. ക്രൈസ്തവ മേഖലയായ ഒല്ലൂരിലും ഇരിങ്ങാലക്കുടയിലും 1-ാമതെത്തിയ സുരേഷ് ഗോപി 10,000-ലേറെ വോട്ട് അധികം നേടി. 7 നിയമസഭാ മണ്ഡലങ്ങൾ കൈവശമുണ്ടായിട്ടും LDF ഒരിടത്തും 1-ാമതെത്തിയില്ല. 5ഇടത്ത് 2-ാമതും 2ഇടത്ത് 3-ാമതുമാണ് എത്തിയത്. റവന്യൂ മന്ത്രിയുടെ മണ്ഡലമായ ഒല്ലൂരിൽ 10,000-ഓളം വോട്ടുകൾക്ക് പിന്നിലായി. മറ്റൊരു മന്ത്രിമണ്ഡലമായ ഇരിങ്ങാലക്കുടയിൽ 14,000-ഓളം വോട്ടുകൾ സുരേഷ് ഗോപി അധികം നേടി. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ 3-ാമതായിരുന്നു സുരേഷ് ഗോപി. അവിടെ നിന്നാണ് 1-ാം സ്ഥാനത്തേക്ക് കയറിയത്. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിന് മേൽക്കൈ. കൊടുങ്ങല്ലൂർ നഗരസഭ, വെള്ളാംഗ്ലൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ രവീന്ദ്രനാഥ് ലീഡ് നേടിയപ്പോൾ മറ്റു പഞ്ചായത്തുകൾ ബെന്നി ബെഹനാനെ തുണച്ചു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിന് മേൽക്കൈ. കയ്പമംഗലത്ത് ബെന്നി ബെഹനാനേക്കാൾ 10,688 വോട്ടുകൾ രവീന്ദ്രനാഥ് കൂടുതൽ നേടി. കൊടുങ്ങല്ലൂരിൽ 366 വോട്ടിന്റെ ഭൂരിപക്ഷവുമുണ്ട്. 366 വോട്ടിനാണ് UDFിലെ ബെന്നി ബെഹനാൻ LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിനേക്കാൾ പിന്നിലായത്. കൊടുങ്ങല്ലൂർ നഗരസഭ, വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ LDF ലീഡ് നേടിയപ്പോൾ മാള, അന്നമനട, കുഴൂർ, പുത്തഞ്ചിറ, പൊയ്യ പഞ്ചായത്തുകളിൽ UDFന് മുന്നിലെത്താൻ കഴിഞ്ഞു. ഇതിൽ അന്നമനട പഞ്ചായത്തിലാണ് 2,247 വോട്ടിന്റെ കൂടിയ മുന്നേറ്റം ഉണ്ടായത്. ശക്തി കേന്ദ്രമായ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ 2020 LDFിനെയും പിന്നിലാക്കി 2-ാം സ്ഥാനത്തെത്തി. 46,168 വോട്ട് 2020 നേടിയപ്പോൾ LDFന് 39,089 വോട്ടുകളാണ് കിട്ടിയത്. UDF ആകട്ടെ 52,523 വോട്ട് നേടി. കയ്പമംഗലത്ത് LDFന് 58,286-ഉം കൊടുങ്ങല്ലൂരിൽ 52,091 വോട്ടുമുണ്ട്. UDFന് യഥാക്രമം 47,598-ഉം 51,726-ഉം വോട്ടുകളാണുള്ളത്. മീഡിയ ടൈം, മാള. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനാചരണം. മാള ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി ദിനം ആചരിച്ചു. മാളക്കുളം പരിസരത്ത് വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഉഷ ബാലൻ, അമ്പിളി സജീവ്, ലിസി സേവ്യർ, സാബു പോൾ, ജയ ബിജു, നബീസത്ത് ജലീൽ, മാള സെന്റ് ആന്റണീസ് സ്കൂൾ വിദ്യാർത്ഥികൾ, പഞ്ചായത്ത് ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. വനവകുപ്പ്, തൃശൂർ സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ, മാള അല്ലസർ സെൻട്രൽ സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. തൃശൂർ സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി കൺസർവേറ്റർ ബി സജീഷ് കുമാർ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ SL സുനിലാൽ, വനവകുപ്പിന്റെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ ചേർന്ന് തൈനടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ജനറൽ സെക്രട്ടറി അബ്ദുൾ ജലീൽ, അബ്ദുൾ മജീദ്, ഫാത്തിമ, ഷെബിത, സ്വീറ്റി സോജൻ, തൃശൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ TN രാജേഷ്, ചാലക്കുടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PK മുഹമ്മദ് ഹുസൈൻ എന്നിവർ സംസാരിച്ചു. പഴുക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ
പരിസ്ഥിതി ദിനം ആചരിച്ചു. വികാരി ഫാദർ സോജോ കണ്ണമ്പുഴ പള്ളിപ്പറമ്പിൽ വൃക്ഷത്തൈകൾ നട്ടു. സിസ്റ്റർ മേരിക്കുട്ടി മാത്യു, ഡീക്കൻ നെൽസൺ ഞാളിയൻ, ചീഫ് എഡിറ്റർ റോബിൻ, കൈക്കാരന്മാരായ സിജൻ ചക്കാലമറ്റത്ത്, ജോയ് കോക്കാട്ടി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ പൊയ്യ സർവീസ് സഹകരണ ബാങ്ക് പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. താലൂക്ക് തല ഉദ്ഘാടനം മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് UP സ്കൂളിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമൻ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് CS രഘു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ AS സാബു, വാർഡ് മെമ്പർമാർ റഹ്മത്ത് ചൊവ്വര, സിബി ഫ്രാൻസിസ്, ഹെഡ്മിസ്ട്രസ് സീമ വിജയ്, AV സജീവൻ, KP ഹരി എന്നിവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി AITUC പുത്തഞ്ചിറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിങ്ങാച്ചിറയിലെ സർക്കാർ ഭൂമിയിൽ ഫലവൃക്ഷത്തൈ നട്ടു. KV സുജിത് ലാൽ ഉദ്ഘാടനം ചെയ്തു. സിദ്ദിഖ് തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു. UV വാസുദേവൻ, സംഗീത അനീഷ്, ശൈലജ സന്തോഷ്, TA കാസിം, CD ദേവസി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കിഡ്സിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ കേന്ദ്രതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ SI TA ജെയ്സൺ നിർവഹിച്ചു. കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരള ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഫോറം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ജലി സൈറസിനെ ആദരിച്ചു. ലോൺ വിതരണോദ്ഘാടനം കൊടുങ്ങല്ലൂർ ഫെഡറൽ ബാങ്ക് മാനേജർ വഹീദ ബീഗം നിർവഹിച്ചു. കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ബിയോൺ തോമസ് കോണത്ത്, ഫാദർ എബ്നേസർ ആന്റണി, ഷെർലി മൈക്കിൾ, ഗ്രേസി ജോയ് എന്നിവർ സംസാരിച്ചു. ഗാദിയൻ കളക്റ്റീവ് വൈസ് ചെയർമാൻ ഇസാബിൻ അബ്ദുൽ കരീം പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം നൽകി. തുമ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഹരിതം സഹകരണം എന്ന സന്ദേശം പകർന്നുകൊണ്ട് പരിസ്ഥിതി ദിനാചരണം നടത്തി. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ TS സജീവൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ രാഷ്ട്രപതിയിൽ നിന്ന് ദേശീയ കർഷക അവാർഡ് ഏറ്റുവാങ്ങിയ വിനോദ് എടവനയെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മൊമന്റോ നൽകി ആദരിച്ചു. വേളുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS ധനീഷ് തവണകൾ മുടങ്ങാതെ വായ്പകൾ അടച്ചുകൊണ്ടിരിക്കുന്ന സഹകാരികളെ യോഗത്തിൽ ആദരിച്ചു. NCPS കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. ജില്ലാ സെക്രട്ടറി ES ശശിധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് AR സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KE ഷംസുദ്ദീൻ സമ്മാന വിതരണം നടത്തി. മണ്ഡലം പ്രസിഡന്റുമാരായ MM വഹാബ്, PR ശക്തിധരൻ, OK സലാം, NDC ജില്ലാ പ്രസിഡന്റ് ഹബ്സ ബാബു, NYC ബ്ലോക്ക് സെക്രട്ടറി ഗീത, ജില്ലാ കമ്മിറ്റി അംഗം KK സലീം എന്നിവർ സംസാരിച്ചു. മാള സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഫലവൃക്ഷത്തൈ നടലും വിതരണവും സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് ജോഷി പെരേപ്പാടൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബാങ്ക് പരിസരത്ത് വൃക്ഷത്തൈ നട്ടു. വലിയ പറമ്പ് RVLP സ്കൂളിലും PTA ഭാരവാഹികൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ബാങ്ക് ഡയറക്ടർമാരായ PC ഗോപി, ജെയ്സൺ മാളിയേക്കൽ, പോൾസൺ ഒളാട്ടുപുറം, സെക്രട്ടറി നിക്സൺ, ജീവനക്കാർ, സഹകാരികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വെള്ളാങ്കല്ലൂർ പീപ്പിൾസ് വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 200 പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൃഷ്ണകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് AR രാമദാസ് അധ്യക്ഷത വഹിച്ചു. പ്രമുഖ കൃഷി പരിസ്ഥിതി പ്രവർത്തകനും കവിയുമായ ജയറാം വാഴൂർ, കാശി വിശ്വനാഥൻ, സലിം കാട്ടകത്ത്, കേശവ മേനോൻ, സുരേന്ദ്രബാബു, മല്ലിക ആനന്ദൻ എന്നിവർ പ്രസംഗിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെ കുട്ടികളുടെ ആഭിമുഖ്യത്തിൽ വഴിയോരം പൂങ്കാവനം പദ്ധതി ആരംഭിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. കാട്ടിക്കരകുന്ന് വഴിയോരത്ത് പൂങ്കാവനം നിർമ്മിച്ച ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് US ജയലക്ഷ്മി, മാള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസസ് ജലീൽ, വാർഡ് മെമ്പർ ജയ ബിജു, സ്കൂൾ MPTA പ്രസിഡന്റ് സന്ധ്യ എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ പരിസ്ഥിതി ദിന ക്ലബ് കോർഡിനേറ്റർമാരായ പ്രീത, PT രഞ്ജിത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. രാവിലെ സ്കൂൾ അസംബ്ലിയിൽ നടന്ന ദിനാചരണത്തിൽ കുട്ടികൾ പരിസ്ഥിതി ഗാനം, പരിസ്ഥിതി ദിന സന്ദേശം, പ്ലക്കാർഡ് അവതരിപ്പിച്ചു. പുല്ലൂറ്റ് VK രാജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. പുല്ലൂറ്റ് KKTM DCന്റെ സഹകരണത്തോടെ നടത്തിയ പരിസ്ഥിതി ക്ലാസ് KKTM ഗവൺമെന്റ് കോളേജ് സുവോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സീമ നായർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TA നൌഷാദ് അധ്യക്ഷത വഹിച്ചു. വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ KM തസ്നി മുഖ്യാതിഥിയായി.
പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ KM ബേബി, സീഡ്സ് ജനറൽ സെക്രട്ടറി NR വിനോദ്, PTA വൈസ് പ്രസിഡന്റ് TP മഹേഷ്, PM ജയശ്രീ, CD ബുൾഹർ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്ത് ജൈവവൈവിധ്യ പരിപാലന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിനടക്കടവിൽ ആരംഭിക്കുന്ന കണ്ടൽ ബയോ പാർക്ക് ET ടൈസൺ MLA തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. പുനർജനി 2024 വാരാചരണത്തിന്റെ ഭാഗമായി വിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ, കാവുകൾ, പൊതുയിടങ്ങൾ, തരിശു സ്ഥലങ്ങൾ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നടീലുത്സവം നടത്തുന്നതിന് ജൈവവൈവിധ്യ പരിപാലന സമിതി വിവിധയിനം ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ജനപ്രതിനിധികൾ, വനമേധാവികൾ, BMC അംഗങ്ങൾ, BMC ക്ലബ്ബുകൾ, കുടുംബശ്രീ, വായനശാലകൾ, കൃഷിക്കാർ തുടങ്ങിയ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഫലവൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചു. പൂപ്പത്തി ഗ്രാമീണ വായനശാലയിൽ പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. KR പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ TR പ്രേംകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വൃക്ഷത്തൈ നടൽ, വൃക്ഷത്തൈ വിതരണം എന്നിവ നടന്നു. പഞ്ചായത്ത് മെമ്പർമാരായ ജോളി സജീവ്, അനില സുനിൽ, സിസ്റ്റർ റിനി റോസ്, PK അയ്യപ്പൻകുട്ടി, ശ്രീധരൻ കടലായിൽ എന്നിവർ സംസാരിച്ചു. മള മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു. മള എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മെറ്റ്സ് CEO ഡോക്ടർ വർഗീസ് ജോർജ്, അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ A സുരേന്ദ്രൻ, എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ അംബികാദേവി അമ്മ, പ്രിൻസിപ്പൽ പ്രൊഫസർ ഫോൺസി ഫ്രാൻസിസ്, പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രൊഫസർ റെയ്മോൻ ഫ്രാൻസിസ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ചാലക്കുടി സൗത്ത് റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ പരിസ്ഥിതി ദിനാചരണം നടത്തി. വാർഡ് കൗൺസിലർ TD എലിസബത്ത് വൃക്ഷത്തൈ വിതരണ ഉദ്ഘാടനം നടത്തി. ക്ലബ് പ്രസിഡന്റ് MS ദിലീപ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക NS ഷീബ പരിസ്ഥിതി ദിനാചരണ സന്ദേശം നൽകി. ഷീബ രവികുമാർ, MN അഖിലേഷ്, ജോജു പതിയാമ്പറമ്പിൽ, ജോയ് ചുള്ളിയാടൻ, EG ഉദയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ഇനി നാട്ടിൽ നടന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടപ്പാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കരനെൽ കൃഷിയുടെയും പൂജാ പുഷ്പ കൃഷിയുടെയും ഉദ്ഘാടനം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി P ബിന്ദു, അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, സംസ്ഥാന സർക്കാർ അഗ്രികൾച്ചറൽ റിസോഴ്സ് പേഴ്സൺ MK ഉണ്ണി, ദേവസ്വം മാനേജർ K വിനോദ്, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി A വിജയൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ നവീകരിച്ച വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് വ്യാപാര ഭവൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഭദ്രം മരണാനന്തര ധനസഹായ വിതരണവും നിർവഹിച്ചു. KN നജാഹ്, P പവിത്രൻ, VT ജോർജ്, MB സെയ്തു, MK അബി, ഷൈന ജോർജ്, അജിത് കുമാർ, VG രാജീവൻ പിള്ള, വിനോദ് കക്കറ, സിസി അനിത, സിനി സെൽവരാജ് എന്നിവർ സംസാരിച്ചു. നീറ്റ് അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ കൊരട്ടി ഖന്നാനഗർ സ്വദേശി ദേവദർശൻ R നായർ 1ാം റാങ്ക് നേടി. 720 മാർക്കിൽ 720 നേടിയ ദേവദർശൻ 1ാം റാങ്ക് കരസ്ഥമാക്കിയത്. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ഒരു വിദ്യാർത്ഥി ഈ നേട്ടം കരസ്ഥമാക്കുന്നത്. എഴുതിയ ആദ്യ പരീക്ഷയിൽ തന്നെ 1ാം റാങ്ക് നേടുന്ന അപൂർവതയും ദേവദർശന്റെ നേട്ടത്തിന്റെ പിറകിലുണ്ട്. 1ാം റാങ്ക് നേടിയ ദേവദർശനെ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, വിദ്യാഭ്യാസ ആരോഗ്യ ചെയർമാൻ നൈനു റിച്ചു, പഞ്ചായത്ത് അംഗങ്ങളായ റേമോൾ ജോസ്, ലിജോ ജോസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ തോറ്റതിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പോര്. DCC ഓഫീസ് മതിലിൽ പോസ്റ്റർ. തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. K മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂർ.
ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ കയ്പമംഗലം കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലങ്ങളിൽ മേൽക്കൈ LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥന്. കൊടുങ്ങല്ലൂർ നഗരസഭ, വെള്ളാങ്കൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ലീഡ്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.